നമസ്കാരം, ടി ന്യൂസിലേക്ക് സ്വാഗതം. കലൂർ സ്റ്റേഡിയത്തിൽ നൃത്ത പരിപാടിക്കിടെ ഉമ്മ തോമസ് MLA ഗാലറിയിൽ നിന്ന് താഴേക്ക് വീഴുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. വേദിയിൽ ആവശ്യത്തിന് സ്ഥലമില്ലായിരുന്നു എന്ന കാര്യവും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പിൻനിരയിൽ നിന്ന് ഉമ്മ തോമസ് മുൻനിരയിലേക്ക് വരുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആദ്യം ഒരു കസേരയിൽ ഇരുന്ന ശേഷം പിന്നീട് മാറിയിരിക്കുകയായിരുന്നു. അപകട സമയം മന്ത്രിയും ADGPയും സജി ചെറിയാനും വേദിയിലുണ്ടായിരുന്നു. ഉമ്മ തോമസിന് പരിക്കേറ്റിട്ടും മന്ത്രിയും MPയും പോലീസുകാരും ആ പരിപാടിയിൽ തന്നെ തുടർന്നിരുന്നു. കൂടാതെ ഉമ്മ തോമസ് വീണതിനു ശേഷവും കുറേ സമയം മന്ത്രി വേദിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് 8 മിനിറ്റ് പരിപാടി നടന്നത്. അതായത് കൺമുന്നിൽ ഉമ്മ തോമസ് വീണിട്ടും അപകട വ്യാപ്തി അറിഞ്ഞില്ലെന്നാണ് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയത്. വേദിയിൽ കസേര ഇട്ടതിന്റെ മുൻവശത്തു കൂടി ഒരാൾക്ക് പോകേണ്ട സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല. MLA കടന്നു പോകേണ്ട വഴിയിൽ ഒരു യുവതിയും ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് ഉമ്മ തോമസ് വീഴുന്നത്. ഇത് കണ്ടിരുന്ന സജി ചെറിയാൻ എണീറ്റ് നോക്കുന്നതും വീഡിയോയിൽ വ്യക്തമായിരുന്നു. താഴെ ഉണ്ടായിരുന്ന അപകടവും നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്തു. പക്ഷെ ആരും ആ വേദി വിട്ടില്ല. മന്ത്രിയടക്കം അവിടെ തുടരുകയാണ് ചെയ്തത്. MLAക്ക് ഇത്രയടി താഴ്ചയിൽ വീണാലുണ്ടാവുന്ന അപകടം എത്ര ഗുരുതരമായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബോധം മാത്രം മതി. അതാണ് സജി ചെറിയാൻ ഇല്ലാതെ പോയത്. 12,000-ഓളം കലാകാരന്മാർ പങ്കെടുത്ത പരിപാടിയാണ്. ഗിന്നസ് റെക്കോർഡിന്റെ പേരിൽ നടന്ന കൊച്ചിയിലെ നൃത്ത പരിപാടിക്കിടെ MLA ഉമ്മ തോമസിന് അപകടം സംഭവിച്ച ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന രീതിയിലാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത്. ഡിസംബർ 29-നായിരുന്നു അപകടം നടന്നത്. നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് 11,600 നർത്തകരുടെ ഭരതനാട്യം പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിന് എത്തിയതായിരുന്നു ഉമ്മ തോമസ്. മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ വേദിയിലിരിക്കെയാണ് അപകടം നടന്നത്. മസ്തിഷ്കത്തിലെ പരിക്കുകൾ ഗുരുതരമല്ലെന്നത് ആശ്വാസമാണ്. ശ്വാസകോശത്തിലെ ചതവും രക്തസ്രാവവുമാണ് വെല്ലുവിളിയായത്. മൂക്കിലെ എല്ലിനും വാരിയെല്ലിനും നട്ടെല്ലിനും ഒടിവുണ്ട്. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ വിദഗ്ധ ഉപദേശവും ചികിത്സയ്ക്കായി ലഭ്യമാക്കിയിട്ടുണ്ട്. അതേസമയം നൃത്ത പരിപാടിയുടെ സംഘാടകരായ മൃദംഗ വിഷന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട്. നൃത്താധ്യാപകൻ പണം കൈമാറിയ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. സാമ്പത്തിക ചൂഷണവുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി. സംഘാടകർക്കെതിരെ സാമ്പത്തിക ചൂഷണമാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഉമ്മ തോമസ് MLAക്ക് പരിക്കേൽക്കാനിടയായ പരിപാടി സംഘടിപ്പിച്ച മൃദംഗ വിഷൻ മാനേജിംഗ് ഡയറക്ടറാണ് ഒന്നാം പ്രതി.